അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചുള്ള പുലരിവട്ടം കേട്ടു. അതായത് പീസ് റേഡിയോയുടെ മറ്റൊരു പ്രോഗ്രാമാണ് പുലരിവട്ടം. നമ്മുടെ ദീനിൽ ചെറിയ ആൺമക്കൾക്കാണ് തറവാട് വീട് എന്നൊരു നിയമമുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യവും അദ്ദേഹത്തിൻ്റെ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. മൂത്ത മകൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു. തറവാട് വീട് പുനർനിർമ്മാണം നടത്തുകയും കുടുംബത്തെ നോക്കി. അങ്ങനെ അദ്ദേഹം ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നടത്തിയെന്നാണ്. പ്രവാസത്തിനൊടുവിൽ വെറും കൈയോടെയാണ് മടങ്ങി വന്നത് എൻ്റെ ഭർത്താവ്. ഉപ്പയും ഉമ്മയും പെങ്ങന്മാരെ കെട്ടിച്ചതിന് 26 കൊല്ലം മുമ്പ് ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ 45,000 രൂപ കൊടുത്തു. മൂപ്പർ അധ്വാനിച്ചും എൻ്റെ സ്വർണം വിറ്റ് കിട്ടിയ പണം കൊണ്ടും ഒരു 4 സെൻറ്റ് ഭൂമി വിലയ്ക്ക് വേറൊരാളിൽ നിന്നും വാങ്ങി അതിൽ വീട് വച്ചു. ഇതിലേക്ക് ഒരു 3 അടി സ്ഥലം വഴിക്കു വേണ്ടി ഉപ്പയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. തറവാടിനോട് ചാരിയാണ് വീട് വച്ച സ്ഥലം. എന്നാൽ ഇപ്പോൾ തറവാട് വീട് പൊളിച്ചു ഇളയ മകന് കാലശേഷം അവന് എന്ന ഉപാധിയിൽ, അതായത് ഉപ്പയുടെ കാലശേഷം തറവാട് വീട് ഇളയ മകന് എന്ന ഉപാധിയിൽ പുനർനിർമ്മാണം നടത്തി. എൻ്റെ സംശയം, ഉപ്പ ആദ്യം തന്ന 45,000 പകരമായി തറവാട് വീട് അവന് കൊടുത്തതിൽ ദീനിൽ ശരിയുണ്ടോ? മറുപടി പ്രതീക്ഷിക്കുന്നു. അതായത് മൂത്തയാൾക്ക് 45,000 രൂപ കൊടുത്തു, അതുകൊണ്ട് ഇളയ മകന് വീട് കൊടുക്കുന്നു എന്ന ഉപാധി എന്ന നിലക്കാണ് ഇവിടെ ഒരു ചോദ്യവും വന്നിട്ടുള്ളത്. അത് ശരിയാണോ എന്നാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, 2 ചോദ്യങ്ങളാണ് വന്നത്. ഒന്നാമത്തെ ചോദ്യം ചെറിയ മക്കൾക്ക് തറവാട് കൊടുക്കുക എന്നുള്ള രീതി, അത് നമ്മുടെ നാട്ടിലൂടെ നാട്ടു നടപ്പാണ്. മതത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പോൾ ആ വിഷയത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തറവാടിൻ്റെ വിഷയത്തിൽ തർക്കം വരികയാണ്, ആർക്ക് കൊടുക്കണം. അപ്പോൾ സ്വീകരിക്കാവുന്ന നല്ല നിലപാട് മൊത്തം സ്വത്തിന് വില കാണുകയും ആ വിലക്കനുസരിച്ചുള്ള ഓഹരികൾ ഓരോരുത്തർക്കും നൽകുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തറവാടിൻ്റെ ഒരു ഭാഗം മറ്റൊരാൾക്കും മറ്റൊക്കെ വരുമ്പോൾ ആർക്കാണോ ഒരാൾ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നത് അവർ മറ്റൊരാളുടെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന രീതി, ആ രീതിയിലേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരാൾക്ക് പ്രത്യേകമായി കൊണ്ട് എന്ന നിലയ്ക്ക് അത് മൂത്ത മകന് എന്നോ ചെറിയ മകന് എന്നോ അങ്ങനത്തെ രീതിയിൽ ഇല്ല എന്നതാണ് ആ വിഷയത്തിൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും അത് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഈ കാര്യം. അഥവാ മൂത്ത മകൻ കുടുംബത്തിന് വേണ്ടി ധാരാളം അധ്വാനിക്കുന്നു, കുടുംബത്തിൻ്റെ ഭാരിച്ച ചിലവുകളൊക്കെ വഹിക്കുന്നു. ഇതൊന്നും അറിയാത്ത ഇളയ തലമുറയാണ് പിന്നീട് അവസാനം വരുന്ന സമയത്ത് ഈ പറഞ്ഞ നാട്ടിലൊരു നാട്ടാചാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് നല്ല ഭാഗങ്ങളൊക്കെ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്. ഇവിടെ എല്ലാ മക്കളും തിരിച്ചറിയേണ്ട, എല്ലാ മാതാപിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതിന് അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. ഇനി ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെലവഴിക്കുന്നത് എങ്കിൽ അത് ആദ്യമേ കരാർ ചെയ്തു വെക്കേണ്ടതുണ്ട്. ഞാൻ ചെലവാക്കുന്ന തുക, ഈ തുക എനിക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. കാരണം ഞാൻ മാത്രമല്ലല്ലോ കുടുംബം നോക്കേണ്ടയാൾ, അതെ, മറ്റു സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ ബാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ ചെലവാക്കുന്നത് കടമായിട്ടാണ്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ളൊരു ഓഹരി എനിക്ക് അവകാശത്തിൽ, ഇനി കാലശേഷം അവകാശം കൊടുക്കുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുക ചെലവഴിച്ചിരുന്നത് എങ്കിൽ സ്വാഭാവികമാണ് ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. അതേസമയം സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നതിനോ സഹോദരന്മാരെ നോക്കുന്നതിനോ പ്രത്യേകിച്ച് കണ്ടീഷനുകളൊന്നും പറയാതെയാണ് ഒരാൾ ചെലവഴിച്ചിട്ടുള്ളത് എങ്കിൽ അത് ഇനി പറയാതിരിക്കലാണ് ഖൈർ. കാരണം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് ചിലവഴിച്ചത് മുഴുവനും ഇത് കണ്ടിട്ടായിരുന്നു, എന്നിട്ട് എനിക്ക് അതും ഉണ്ടായില്ല ഇതും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതോടുകൂടി നമ്മൾ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെടും, ദുനിയാവും നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, 26 വർഷം മുമ്പ് 45,000 രൂപ പിതാവ് തിരിച്ചു കൊടുത്തു എന്നതാണ്. ഇത് ഏതർത്ഥത്തിലാണ് തിരിച്ചു കൊടുത്തത് നമുക്കറിയില്ല. അദ്ദേഹം മകൻ ചെലവഴിച്ച പണം അത് കടമായിട്ട് കണക്കാക്കുകയും ആ കടത്തിലേക്ക് തിരിച്ചു നൽകിയതാണ് എങ്കിൽ
പിതാവിൻ്റെ അനന്തരസ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ബാധിക്കുന്ന വിഷയത്തിൽ വരുന്നില്ല. അതല്ല, മകന് ജോലിയൊന്നുമില്ലാതെ തിരിച്ചു വന്നു, കുടുംബം നോക്കിയിരുന്ന ഒരാളാണ്. ആ കുടുംബം നോക്കിയിരുന്ന ആൾ പെട്ടെന്നൊരു പ്രയാസത്തിൽ പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന അർത്ഥത്തിൽ ഒരു ജീവിത വരുമാന മാർഗമായിക്കൊണ്ട് ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിലേക്ക് സഹായിക്കുക എന്നുള്ള നിലയ്ക്ക് പിതാവ് നൽകിയതാണെങ്കിൽ അത് സഹായധനമായിട്ടാണ് കണക്ക് കൂട്ടുക. അപ്പോൾ അതൊക്കെ ഏതർത്ഥത്തിലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് അവർ തന്നെയാണ് എന്താക്കേണ്ടത്, തീരുമാനമാക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെ പറഞ്ഞു, അധ്വാനിച്ച് 4 സെൻറ്റ് ഭൂമി സ്വന്തമായി വാങ്ങി, പിന്നീട് അതിലേക്കുള്ള വഴിക്ക് വേണ്ടി പിതാവിൻ്റെയൊക്കെ കാശ് കൊടുത്ത് വേറെ സ്ഥലം വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് തറവാട് പുതുക്കി പണിയുമ്പോൾ അത് ചെറിയ മകന് കൊടുക്കണം എന്ന പേരിൽ ആദ്യം തന്നെ നിബന്ധനയുണ്ടാക്കി വെക്കുമ്പോൾ ആ നിബന്ധന മറ്റു മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള നിബന്ധനകൾ വെക്കാതിരിക്കലാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇനി മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മകന് ഇത് പ്രത്യേകമായി നൽകിയതിൻ്റെ പിന്നിൽ പിതാവിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഉണ്ടോ എന്നുള്ളത് പിതാവിൽ നിന്ന് തന്നെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കഴിയുമെങ്കിൽ നാട്ടിലുള്ള മഹല്ല് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടും മറ്റും സംസാരിച്ച് അതിൻ്റെ ഒരു കൃത്യത വരുത്തുകയാണ് വേണ്ടത്. അനന്തരാവകാശ നിയമത്തിൽ ചെറിയ മക്കൾക്ക് വീട്, പറമ്പ്, അതിൽ തറവാട് വീട് എന്നുള്ള നിയമങ്ങളൊന്നും ഇസ്ലാം സംവിധാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകമായി കരാറുകളൊന്നും ഇല്ലാതെ ചെലവഴിച്ച തുകകൾ അത് കടമല്ല, അത് സ്വതക്കയുടെ കൂട്ടത്തിലേക്കും അതുപോലെ തന്നെ സമ്മാനത്തിൻ്റെ കൂട്ടത്തിലേക്കുമൊക്കെയാണ് വരിക. അല്ല എങ്കിൽ നമുക്ക് കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് കൃത്യമായി പറഞ്ഞ് അതിന് രേഖകൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ.